ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോകൾ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നു. ഇന്നിടണം എന്ന് വിചാരിച്ചു. പിന്നെ പറ്റാറേ ഇല്ല കേട്ടോ. റെക്കോർഡ് ചെയ്യാൻ മറന്നു പോകും. കിടക്കാറാവുമ്പോഴോ പിന്നെ ഓർക്കുന്നു, ഇന്നിടായിരുന്നല്ലോ എന്ന്. എന്തായാലും നല്ല കാര്യം, റിപ്പബ്ലിക് ഡേയുടെ വീഡിയോ ആയിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ എന്തായാലും ചെറിയ ചെറിയ വീഡിയോ ഇടാൻ ശ്രമിക്കാം. എല്ലാ പ്രാവശ്യത്തെ പോലെ ചുറ്റുവട്ടമൊക്കെ മുമ്പത്തെ ദിവസം തന്നെ ഞങ്ങൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റിപ്പബ്ലിക് ഡേയുടെ അന്ന് കാലത്ത് വന്നിട്ട് കോലമൊക്കെ വരച്ചതിന് ശേഷം ഫ്ലാഗ് ഹോസ്റ്റിങ്ങിനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ടു. അങ്ങനെ ഫ്ലാഗൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചു. ഇനി അതിഥി വരാൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതിഥി എത്തിയപ്പോഴത്തേനും ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ നടത്തി. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല, 10-30 പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങൾ വലിയ ഫംഗ്ഷനായിട്ട് നടത്തിക്കൊണ്ടുണ്ടായിരുന്നതാണ് കേട്ടോ റിപ്പബ്ലിക് ഡേയും ഇൻഡിപെൻഡൻസ് ഡേയും ഒക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുമായിരുന്നു. ഇപ്പം ഞങ്ങൾ മാത്രം ചേർന്നിട്ടാണ് കേട്ടോ നടത്തുന്നത്. 2-3 ദിവസം അടുപ്പിച്ച് ലീവ് ഉള്ളതുകൊണ്ട് എല്ലാവരും പലയിടത്തുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് പേരുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന പെണ്ണുങ്ങളും കുറച്ച് പേരില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ ചേർന്നിട്ട് ഒരു 2-3 പാട്ടൊക്കെ പാടി. കുറച്ച് കുഞ്ഞുമക്കളെ ഉണ്ടായിരുന്നുള്ളൂ. മൂത്ത കുട്ടികളൊക്കെ സ്കൂളിൽ നിർബന്ധമായിട്ട് പോകാനുള്ളതുകൊണ്ട് അവരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മണിക്കൂറിൻ്റെ സ്കൂളേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു, ബാദാം മിൽക്കും കുടിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ പിരിഞ്ഞു. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേനും ഞങ്ങൾ പോയത് കാർക്കളയിലോട്ടാട്ടോ. കാർക്കള അത്തൂർ പള്ളിയിൽ പെരുന്നാളിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാനും മക്കളും കൂടിയാണ് കേട്ടോ പോയത്. വീട്ടിൽ നിന്ന് 1 മണിക്കൂറത്തെ യാത്രയാണ് കേട്ടോ കാർക്കളയിലോട്ട്. പള്ളിപ്പെരുന്നാൾ കാണാൻ രാത്രിയിലാണ് കേട്ടോ രസം. പക്ഷേ റോഡ് റിപ്പയറിങ് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് പകൽ പോയത്. കണ്ടില്ലേ, റോഡ് മുഴുവനും കിളച്ചൊക്കെ ഇട്ടേക്കുവാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ 1 മണിക്കൂറിലെത്താനുള്ളത് 1.25 മണിക്കൂറിൽ ഞാൻ എത്തിച്ചു. ഒരു 10:15 വിട്ടത് 11:30 ആകുമ്പോഴത്തേനും എന്തായാലും പള്ളിയുടെ അവിടെ എത്തി കേട്ടോ. പള്ളിയുടെ അവിടെ രാത്രി കാണാനാണ് ഭയങ്കര രസം, ഈ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. പക്ഷേ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പകൽ പോകുന്നത് കേട്ടോ. പകൽ പോയതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് വലിയ പാടൊന്നും ആയില്ല. ആൾക്കാരൊക്കെ എന്നാലും നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു, തലയൊക്കെ വേദന എടുത്തിട്ട് വയ്യായിരുന്നു പിന്നെ ആകുമ്പോഴത്തേനും. അപ്പോൾ 12:30 കുർബാനയുണ്ട്. 11:30 ആകുമ്പോഴത്തേനും എത്തിയപ്പോൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് വേഗം പള്ളിയിലോട്ട് കയറി കേട്ടോ. കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് ഒരു ജ്യൂസ് കുടിച്ചിട്ടാണ് കേട്ടോ കയറിയത്. ഞങ്ങൾ എത്തിയപ്പോഴത്തേനും കന്നഡ കുർബാന നടന്നുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് അവിടെ തന്നെ പള്ളിയുടെ അടുത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി മെഴുകുതിരി കത്തിക്കാനുണ്ടായിരുന്നതൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു കേട്ടോ. പകൽ തന്നെ നല്ല തിരക്കായിരുന്നു, കാരണം ലീവുള്ള ദിവസവും കൂടിയല്ലേ. അങ്ങനെ എങ്ങനെയോ പള്ളിയിലൊക്കെ കയറി അത് കഴിഞ്ഞ് പിന്നെ കുർബാനയ്ക്ക് വേണ്ടി ഇരുന്നു കേട്ടോ. 1 മണിക്കൂറത്തെ കുർബാനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചു. ഭയങ്കര വലിയ പള്ളിയും ഭയങ്കര നീളത്തിൽ നല്ല ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നിൽക്കാൻ പറ്റിയില്ല, വെയിലൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വഴിയിൽ വരുമ്പോഴത്തേനും ഹോട്ടലിൽ കയറി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോയത്. അവിടെ ഹോട്ടലിന് കുറവൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്നേരത്തെ ചൂടിനും വല്ലാതെ ദാഹമില്ലാതെ നമുക്ക് തിന്നാനൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് കേട്ടോ വഴിയിൽ വന്നിട്ട് പിന്നെ കഴിച്ചത്. 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കഴിച്ചപ്പോഴത്തേനും. കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒരു 4:30 ആകുമ്പോഴത്തേനും വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്.